പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. KPM മുസ്തഫയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. 38 വോട്ടിനാണ് നജീബ് കാന്തപുരം ജയിച്ചത്. ഇതിൽ പരാതിയുമായാണ് ഇടതു സ്വതന്ത്രനായ KP മുഹമ്മദ് മുസ്തഫ ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകിയത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പില്ലാത്തതുകൊണ്ട് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയില്ല എന്നതായിരുന്നു മുസ്തഫയുടെ പരാതി. ഈ വോട്ടുകൾ എണ്ണുകയായിരുന്നെങ്കിൽ താൻ ജയിക്കുമായിരുന്നുവെന്നും അത് അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്തഫ കോടതിയിലേക്ക് പോയത്. ഇപ്പോൾ പക്ഷേ നജീബ് കാന്തപുരത്തിന് ആശ്വാസമാകുന്ന വിധി വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ? നിലവിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. അദ്ദേഹത്തിന് നിയമസഭാ സാമാജികനായി തുടരാം എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ്. അദ്ദേഹത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. KPM മുസ്തഫയുടെ ഹർജിയാണ് നിലവിൽ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ഈ പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണം അത് നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിയാണ് 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഹർജി. ആ ഹർജി നിലനിൽക്കില്ല എന്ന് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. അതായത് KPM മുസ്തഫയ്ക്ക് ആവശ്യമെങ്കിൽ ഇനി മേൽക്കോടതിയെ അപ്പീലുമായി സമീപിക്കാം. അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിലെ ഹർജി തള്ളിയിരിക്കുന്നു. ജസ്റ്റിസ് CS സുധയാണ് അദ്ദേഹത്തിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി മുൻപാകെ ഇടതു സ്ഥാനാർത്ഥി KPM മുസ്തഫയുടെ ഹർജി തള്ളിയതോടുകൂടി വെറും 38 വോട്ടിന് നേരത്തെ ജയിച്ച നജീബ് കാന്തപുരത്തിന് അദ്ദേഹത്തിന് ഉറച്ചു തന്നെ ആ സീറ്റിലിരിക്കാം. നിയമസഭാ സാമാജികന്റെ സീറ്റിൽ അദ്ദേഹത്തിന് തൽക്കാലം ഒരു തരത്തിലുള്ള ഭയപ്പാടും വേണ്ട. ഏതെങ്കിലും തരത്തിൽ KPM മുസ്തഫയ്ക്ക് ഈ വിധിയിൽ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കാം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇടതു സ്ഥാനാർത്ഥി KPM മുസ്തഫയ്ക്ക് തിരിച്ചടി, നജീബ് കാന്തപുരത്തിന് ആശ്വാസവിധി. ഈ മുസ്തഫയുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തായിരുന്നു ശ്രീകാന്ത്? ഈ KPM മുസ്തഫ പ്രധാനമായും ആരോപിച്ച കാര്യം ആണ്. അതായത് മണ്ഡലത്തിലെ 348 പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ലെന്നും ഇവയിൽ 300ഓളം വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ളതുമായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട ആരോപണം. 38 വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം ജയിച്ചിരുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ തെരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ പെട്ടി കാണാതെ പോയിരുന്നു. അത് വലിയ തോതിൽ വിവാദങ്ങൾക്കും കാരണമായി. ഇത് പിന്നീട് മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ഈ പെട്ടികൾ പിന്നീട് ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോധിച്ചതുമാണ്. ശേഷമാണ് ഇപ്പോൾ അതിൽ വിശദമായ വാദം നടന്നതും വാദത്തിനൊടുവിൽ വിധി വന്നിട്ടുള്ളതും. ഇതിലിപ്പോ നജീബ് കാന്തപുരം പറഞ്ഞത് എന്തായിരുന്നു പ്രധാനമായും ഈ ഹർജിക്കാരന്റെ വാദങ്ങൾക്കെതിരെ? നജീബ് കാന്തപുരം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ, ഈ 340 പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ല എന്ന അദ്ദേഹത്തിന്റെ വാദം തള്ളി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്. അക്കാര്യത്തിൽ എതിർകക്ഷി എന്ന നിലയിൽ തനിക്ക് ഇടപെടലോ അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് ഇടപെടൽ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം വാദിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളുമാണ്. അക്കാര്യത്തിൽ തനിക്ക് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നെ സാങ്കേതികമായ വാദമുഖങ്ങളാണ് അതിൽ പ്രധാനമായും നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇതിൽ കക്ഷി ചേർത്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതുമാണ്. ശേഷമാണ് കോടതി ഇപ്പോൾ ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തിയത്. ജസ്റ്റിസ് CS സുധ നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നിയമസഭാ സാമാജികനായി തുടരാം. ശ്രീകാന്ത്, ഈ മുസ്തഫ പറയുകയുണ്ടായല്ലോ, ഇപ്പോൾ നജീബ് കാന്തപുരം അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന പോലെ മുസ്തഫയും വ്യക്തമാക്കുകയുണ്ടായി. വോട്ടർമാരുടെ പിഴവല്ല, സ്ഥാനാർത്ഥിയുടെ പിഴവല്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്ന്. അത് മുഖവിലേക്ക് എടുക്കാതിരിക്കുകയാണോ കോടതി ചെയ്തത്? കോടതി ഇതിൽ ഒരു കാര്യമുണ്ട് വേണു, അതിനുള്ളിൽ ശക്തമായ തെളിവുകൾ, ഈ വാദം സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ അത് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിനോ അത് സ്ഥാപിച്ചെടുക്കുന്നതിനോ ഈ KPM മുസ്തഫയ്ക്ക് സാധിച്ചില്ല എന്ന് വേണം കോടതി വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ. ഇത് പൂർണ്ണമായ കോടതി വിധി എന്ന രീതിയിലല്ല വന്നിട്ടുള്ളത്. ഏതാനും ചില വരികളിലാണ് കോടതി ഈ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. പൂർണ്ണമായി എന്തടിസ്ഥാനത്തിലാണ് ഈ വിജയം ശരിവെക്കുകയും ഹർജി തള്ളിയതും എന്നുള്ള കാര്യം അറിയാൻ എന്തായാലും ഈ വിധിയുടെ പൂർണ്ണമായ പകർപ്പ് പുറത്തു വരും വരെ കാത്തിരിക്കണം. നിലവിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ കോടതി മുൻപാകെ അദ്ദേഹത്തിന് തെളിയിക്കാൻ, കോടതിയെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥ പിഴവെന്ന് പറയുമ്പോഴും അതിന്മേൽ
സാധൂകരിക്കത്തക്ക തെളിവുകൾ ഹാജരാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ശ്രീകാന്ത്, ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പില്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റൽ വോട്ടുകൾ അസാധുവാകും. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്ന ഒരൊറ്റ സാങ്കേതികത്വത്തിലാണോ ഇപ്പോൾ നജീബ് കാന്തപുരത്തിന് അനുകൂലമായ വിധി വരുന്നത്? സ്വാഭാവികമായും അങ്ങനെ വേണം കരുതേണ്ടത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കക്ഷിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൃത്യമായി റിപ്പോർട്ട് തേടിയിരുന്നു. അതിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഒരൊറ്റ കാരണമാണോ മറ്റെന്തെങ്കിലും കൂടി ഇതിൽ പരിഗണിച്ചിട്ടുണ്ടോ, ഈ വാദത്തിനിടയ്ക്കുള്ള സാങ്കേതികമായ മറ്റ് കാരണങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ അത് വിധിയുടെ പൂർണ്ണമായ പകർപ്പ് പുറത്തു വരണം. നിലവിൽ അനുമാനങ്ങളാണ്. കോടതി ഒറ്റവരിയിൽ പറഞ്ഞ് ഈ കേസിന്റെ വിധി പ്രസ്താവം നടത്തുകയാണ് ഉണ്ടായത്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഈ ഒരൊറ്റ സാങ്കേതികത്വത്തിൽ ഊന്നിയാണോ കോടതി വിധി പ്രസ്താവം നടത്തിയത്, അതോ മറിച്ചെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയുള്ളൂ. ശരി, പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസ വിധി വന്നിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകി.